ആരാധിക്കുമ്പോൾ അവദാനം പാടിട ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടും ആ പദവലയിൽ താഴു വീണു വന്നിച്ചിടം നിന്നിൽ ചേരേറും എൻ മനസ്സിൽ നീണാൻ വാഴേണം ആത്മനാഥായ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൻ വാഴേണം യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ എൻ പാപമേതും മോഹിച്ചു നീ ദുഃഖഭാരമെല്ലാം മായിച്ചു നീ ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിട ആ പൂജിതമാ രക്ഷാനാമം പാടിപ്പാടും ആ പദമലരിൽ താഴു വീണു വന്നിച്ചിടം ആത്മനാഥ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൻ വാഴേണം. പരിശുദ്ധ പരമാത്മനെ കാരണത്തിനായി പരിശുദ്ധ പരമാത്മനെ കാരണത്തിനായി നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാത്മനെ കാരണത്തിനായി സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ ദിവ്യശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യഗുണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനും മോചനമേ. സകലേശാദിയുടെ കടാക്ഷം തൂകണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും പരിചയവും മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാഴും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാനൻ ദിവ്യഗണം വാഴ്ത്തിടുവിൻ. വരുവിലയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാവിനെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലന ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധയും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനും മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ കടപ്പെട്ട ദിവസത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ബലിപീഠത്തിന് മുമ്പിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ മാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് ബലിയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവശ്യകമാ
അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയത് ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ,
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരന് യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായന അധ്യായം 4 2 മുതൽ 4 വരെയുള്ള വാക്കുകൾ. അന്ന് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും. ഭൂമിയിലെ മരങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും. സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാറുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോനിൽ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ളവർ രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പ്രഭുവിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയും ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിന്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനം കൂടാരമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും. കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരുതിരുന്നല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കേദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു.
എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയക്കാരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്തലത്തിലേക്ക് നയിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നത് കൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോക്ഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ്. നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുകയും നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. അധ്യായം 9 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബീ, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല,
ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നേ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെടിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി ശിലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഞായറാഴ്ചയിലെ വിശുദ്ധ ബലിയർപ്പണത്തിലാണ് നമ്മളെല്ലാവരും പങ്കുചേരുന്നത്. ഈ മാസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ചില പ്രതിസന്ധികളിലേക്ക് കോവിഡ് പശ്ചാത്തലത്തിൽ നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. സുവിശേഷം നമ്മുടെ മുൻപിൽ ഇന്ന് വിളമ്പുന്നത് യോഹന്നാൻ സുവിശേഷകന്റെ 9-ാം അധ്യായത്തിലെ വചനങ്ങളാണ്. മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യോഹന്നാൻ സുവിശേഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ആ സുവിശേഷത്തെ പഠിക്കുമ്പോഴാണ് ആ പ്രത്യേകതകൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. പഠന കാലഘട്ടത്തിൽ പഠിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടും മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രയാസമേറിയതുമായ സുവിശേഷ ഭാഗമാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനഭാഗമാണ് യോഹന്നാൻ സുവിശേഷകന്റെ വചനങ്ങളും ലേഖന ഭാഗങ്ങളും വെളിപാട് പുസ്തകങ്ങളും ഒക്കെ. ഏറ്റവും ബുദ്ധിമുട്ടാണ് തിരിച്ചറിയുവാൻ. കാരണം അതിന്റെ അർത്ഥങ്ങൾ ആ എഴുതിയിരിക്കുന്ന വാചകത്തിൽ ഉൾച്ചേരുന്നതല്ല അതിന്റെ അർത്ഥം, മറിച്ച് ആ എഴുതിയിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ അർത്ഥങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷകന്റെ ഒറ്റ വായനയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. മറ്റു സുവിശേഷങ്ങളിൽ നിന്നും ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ മിക്കവാറും ഒറ്റ വാക്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സുവിശേഷകൻ യോഹന്നാൻ സുവിശേഷകനാണ്. ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം നൽകുന്നത് യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ്. എന്ന ലേഖന ഭാഗത്തിലൂടെ അവൻ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. കൃത്യതയാർന്ന ഉത്തരം യോഹന്നാൻ സുവിശേഷകനുണ്ട്. ഒരുപക്ഷെ അതിന്റെ കാരണം കർത്താവിന്റെ ഏറ്റവും ഒട്ടി നിന്ന ശിഷ്യനാണ്. കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ തമ്പുരാന്റെ ഹൃദയ രഹസ്യങ്ങളെ ഊറ്റിയെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സുവിശേഷം ഇന്ന് 2 ധാർമ്മികമായ ചിന്തകൾ നമ്മുടെ മുൻപിൽ ഉയർത്തുന്നു. ജന്മന അന്ധനായതിന്റെ കാരണമെന്ന്. ഒന്നാമത്തെ ചോദ്യം അതാണ്, അന്ധനായതിന്റെ കാരണമെന്ന്. അവൻ അന്ധനായത് അവന്റെ പാപം നിമിത്തമാണെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നവരാണെന്നുള്ള ചിന്ത അവിടെ കൊണ്ടുവരികയാണ്. വീണ്ടും ശിഷ്യന്മാർ അവരോട് പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ പാപനിമിത്തമാണ് ഇവന് ശിക്ഷ ലഭിച്ചത്. അങ്ങനെയാണ് ശിക്ഷയെങ്കിൽ അവിടെ ശാപം തലമുറകളിലേക്ക് പകരുന്നു എന്നുള്ള ചിന്ത കൊണ്ടുവരികയാണ്. ഈ 2 ചിന്തകൾ, ധാർമ്മികപരമായ ചിന്തകൾ നമ്മുടെ മുൻപിൽ ഉയരുമ്പോൾ തന്നെ കർത്താവ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഉത്തരം വളരെ കൃത്യതയാർന്ന് നൽകുകയാണ്. ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായത്. ഇപ്പൊ ശാപനിമിത്തമല്ല, പാപനിമിത്തമല്ല ഇത്തരത്തിൽ ഇവന് സാധിച്ചത് എന്ന് കർത്താവ് കൂടിയിരുന്ന ശിഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹം എന്നുള്ളത് സുവിശേഷത്തിലുടനീളം ദൈവത്തിന്റെ കരുണയെ കാണിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ്. അതിന്റെ ഒരു വിപരീത പദം എന്ന് പറയുന്നത് ശാപമാണ്, നാശമാണ്. പാപം ചെയ്യുന്നവൻ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നത് കൊണ്ടാണ് ഈ നാശം, പാപവും നാശവും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതൊരു ശാപം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് ശിക്ഷിക്കുന്നില്ല. ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നത് അത് നമ്മളെ രക്ഷിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്.
നമ്മെ രക്ഷിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ശിക്ഷണം നൽകി നമ്മെ വളർത്തും. ആ ദൈവത്തിന്റെ ശിക്ഷണത്തിന്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വിധേയരാകുവാൻ നമുക്ക് ബോധപൂർവം ശ്രമിക്കാം. ശാപവും പാപവും എല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും പഴയ നിയമ ഗ്രന്ഥവചനഭാഗത്തെ ചില ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇത്തരത്തിൽ ശാപങ്ങളും പാപങ്ങളും ഒക്കെ നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഭവിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥ വചനഭാഗത്തെ അതേ വാക്കുകളുടെ അർത്ഥത്തിലല്ല സഭ വ്യാഖ്യാനിക്കുന്നത്. 1000 തലമുറകളിലേക്ക് ദൈവം തന്റെ അനുഗ്രഹത്തെ വർഷിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും വലുത് എന്ന് അടിവരയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയാണ് വചനം അത്തരത്തിൽ നമ്മളെ പദങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ സുവിശേഷം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. സലൈവയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ നന്ദന്റെ ഈ യോഹന്നാൻ സുവിശേഷകന്റെ വചനഭാഗം വായിച്ചപ്പോൾ കർത്താവ് ചെറിയുണ്ടാക്കിയാണ് അവന് സൗഖ്യം കൊടുക്കുവാൻ ഇടയാക്കി. ആ കർത്താവ് ചെറിയുണ്ടാക്കിയ സംഭവത്തെ വിവരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിലേക്ക്. ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ചിന്ത നമ്മുടെ മുൻപിലേക്ക് യോഹന്നാൻ സുവിശേഷകൻ കൊണ്ടുവരികയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളുടെ ക്രമത്തിലും അർത്ഥത്തിലുമല്ല, ആ വരികൾക്കുള്ളിലാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നത്. വീണ്ടും സിലോഹ കുളത്തിൽ പോയി കഴുകാനായിട്ട് പറഞ്ഞു. സിലോഹ എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. ഈശോയെ സൂചിപ്പിക്കുവാൻ യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അയക്കപ്പെട്ടവൻ. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഈശോ. സിലോഹ കുളത്തിൽ പോയി കഴുകാനായിട്ട് കർത്താവ് പറയുമ്പോൾ രണ്ടാമത്തെ മാമോദീസായിലേക്ക്, അല്ലെങ്കിൽ മാമോദീസായിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കടന്നുവരവും അതിലൂടെയുണ്ട്. കാരണം സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെട്ടവൻ ഈശോ മിശിഹായാണ്. ആ സിലോഹ കുളത്തിൽ കഴുകുവാൻ പറയുമ്പോൾ അവിടെ നടക്കപ്പെടുന്നത് മാമോദീസ കർമ്മമാണ്. ഇങ്ങനെ വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ അർത്ഥങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തന്റെ വചനത്തെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് നാം പ്രാർത്ഥിക്കണം, ഒരുപാട് നാം പഠിക്കണം, ഒരുപാട് നാം ധ്യാനിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ്. അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ജീവിതത്തിന് വേറെ സഹായകരമായി തീരട്ടെ. ഈ ദിവസങ്ങളുടെ മറ്റൊരു പ്രത്യേകത, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുകയാണ് 2 ദിവസങ്ങൾക്കപ്പുറത്ത്. ജോൺ മരിയ വിയാനി മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലൂടെ കടന്നുപോയ വ്യക്തി. ഫ്രാൻസിലെ ആർസ് എന്ന് പറയുന്ന കുഗ്രാമത്തെ എല്ലാവരും അറിയപ്പെടുന്ന ഇടമാക്കി മാറ്റിയത് ഈ മനുഷ്യന്റെ ദൈവാശ്രയ ബോധവും സഹജീവികളോടുള്ള ദൈവത്തിലേക്ക് അവരെ അടുപ്പിക്കണമെന്നുള്ള ചിന്തയും തന്നെ. ജോൺ മരിയ വിയാനി മണിക്കൂറുകൾ ദിവികാരുണ്യത്തിന് മുൻപിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഉറങ്ങാനെടുത്തിരുന്ന സമയം 2-3 മണിക്കൂറുകൾ മാത്രമായിരുന്നു. ദിവികാരുണ്യത്തിന് മുൻപിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി ആ ദിവികാരുണ്യത്തിലേക്ക് നോക്കി നിൽക്കുന്ന ജോൺ മരിയ വിയാനി വൈദികരുടെ മധ്യസ്ഥനായി മാറുമ്പോൾ സഭ അതിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ കുമ്പസാരക്കൂടുകളിലൂടെ ദൈവത്തിന്റെ കരുണയുടെ ചാലുകളായിട്ട് മാറണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ തിരുനാളുകളൊക്കെ അടുത്തു വരികയും അതിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊന്നും സാധിക്കും. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശുദ്ധരെ ഓർക്കാം, അവരുടെ നല്ല മാതൃകകളെ ജീവിതത്തിൽ പകർത്താം. ദിവികാരുണ്യത്തോട് അവർ കാണിച്ച ഭക്തി, ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ മാതാവിനോടുള്ള ഭക്തിയും മധ്യസ്ഥ സഹായവും എല്ലാം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ സമൂഹത്തിനും താങ്ങും തണലുമായി മാറട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിടത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിത്തായെ, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെ, ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ വിജിയോസ് മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലത്തിലും പരമാചാര്യനും ഇവരെല്ലാം പിതാവ് ജനിച്ചവരും എന്നാൽ സൃഷ്ടിപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യർക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനെ മനുഷ്യരായി പിറന്നു. വീട്ടിൽ സന്ദഹിക്കുകയും സ്ത്രീയുമായി ബന്ധപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും തീരുമാനിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകവിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകങ്ങളുടെ വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്ത്രീകളാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവിടത്തേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരൻ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം എന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഉയരങ്ങളിലെ ഉയരട്ടെ
തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അല്ലാഹുമാരുടെ 10,000-ങ്ങളും മഹോന്നതനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം കീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീകരണങ്ങളോടുകൂടെ നീക്കി നിങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നീയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ആരംഭിച്ചു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അപ്രകാരം തന്നെ കാശയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചിരുന്നു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൊള്ളുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവിനെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ക്ലേശുതരും ആകുലരുമായ ദാസരും നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കും. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനാൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലാൻ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാൽ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, സമർപ്പിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം അർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിറവിലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അഭിനന്യവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വിശുദ്ധാത്മ ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും ശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, വലിയവരും ബലഹീനരും ക്ലേശകരമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനുഷ്യപരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസക കുർബാനയിൽ അവിടെ ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നിർഭമായ ജീവിതത്തിനും കാരണമാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മകനീയവും സ്നേഹവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിന് അങ്ങയുടെ വരുത്താൻ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞാൻ കൃതജ്ഞതയോടെ പറ്റുകയും ചെയ്യും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള ശിഷ്യരെ അറിയിച്ച
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ഉദ്ദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മോടൊപ്പം സ്വർഗീയ സൈനികൾ നിലകൊള്ളുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മെ വിശദീകരിക്കുവാൻ വേണ്ടി തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണ്ണനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തിയാദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ തിരുശരീരരക്തങ്ങൾ. സഹോദരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയായി തീർന്ന് നമ്മോടൊപ്പമുള്ള കർത്താവിന്റെ സജീവ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നില്ല. നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ കർത്താവ് ആണ് ഇതുവരെയും നമുക്ക് നൽകുന്ന സംരക്ഷണത്തിനും നമ്മളോടൊപ്പമുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിനും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിൽ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങനെ സംഗീതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. Oh
സ്നേഹം ത്യാഗം സ്നേഹമായി മാറുന്നിതാ സഹനങ്ങളാനന്ദമാകുന്നിതാ നോവുകൾ മധുരമതീരുന്നിതാ ഈ യാത്രവേദി എന്നെ സുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ സ്നേഹത്തിരന്തം ഞാൻ കാണുന്നിതാ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യത്വവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിത്യപുരോഹിതനായ യേശു
അങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാവസ്ഥരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ സഫലമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും നിത്യസ്വഭാവത്തിന്റെ മകളുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവിനെയും അങ്ങയുടെ സഭയെയും വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രതിഷ്ഠരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബ നവീകരണ വർഷ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം ധ്യാനിച്ചുകൊണ്ട് കുടുംബ നവീകരണ വർഷം ആചരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ സമ്പന്നമാക്കണമേ. കുടുംബങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെയും രൂപതയിൽ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും ജോലി മേഖലകളെയും മറ്റെല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സത്യത്തിലും നീതിയിലും വളർന്ന സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ ഭവനങ്ങളെയും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തണമേ. വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ക്രൈസ്തവ മൂല്യങ്ങളുടെ സാക്ഷികളാകുന്ന യുവജനങ്ങളെയും സ്നേഹത്തിൽ ഐക്യപ്പെടുവാൻ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. മരണം വഴി വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയമേ, സംരക്ഷകമായി പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണമേ. രൂപത മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആശ്വാസ